ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവനും ജീവിതത്തിനും തന്നെ ഏറ്റവും വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഇത് നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു വരുന്ന ഒരു സന്ദേശം മാത്രമാണ്. ഇത് ഒരുപാട് കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് കാരണമായിട്ട് ഒരു കാരണവശാലും നിങ്ങളാരും ഇതൊന്ന് ശ്രമിച്ച് നോക്കാം എന്ന് പോലും മനസ്സിൽ ചിന്തിക്കാതെ കാണുന്നവർക്ക് മാത്രം കാണാനുള്ളൊരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യാനുള്ളൊരു ചിന്താഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് കാണേണ്ടതില്ല. ഇവിടെ കൊണ്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. എന്നാൽ അത് കാരണമായിട്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്ക് യാതൊരു കാരണവശാലും ഞാൻ ഉത്തരവാദി ആയിരിക്കുകയില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കടുകട്ടിയായിട്ടുള്ള ഒരു വിഷയത്തെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നിങ്ങളിലേക്ക് തരുന്ന ഒരു ഇൻഫർമേഷനാണ്. നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഇത് യാതൊരു കാരണവശാലും ദുരുപയോഗം ചെയ്യില്ല എന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വേണം വീഡിയോ കാണാൻ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ദുർമൂർത്തികളുടെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ രാജാവായിട്ടുള്ള കർത്തച്ചനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. അതായത് ഒറ്റ തവണ ആദ്യമായിട്ട് തന്നെ ഭക്തന്റെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന കർത്തച്ചനെ കുറിച്ച് ഉള്ള മുഴുവൻ വിശദാംശങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, എല്ലാ നെഗറ്റീവ് എനർജികളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള കർത്തച്ചൻ എന്ന രൂപത്തെ ആരാധിക്കുക വഴി ധാരാളം പണവും സമ്പത്തുമൊക്കെ ഒരു മനുഷ്യനെ തേടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ദുർമൂർത്തികളുടെ രാജാവായിട്ടുള്ള കർത്തച്ചൻ അല്ലെങ്കിൽ കർത്തച്ചനെ ആരാധിക്കുന്നത് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആരാധനാക്രമങ്ങൾ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ വളരെ വിശദമായി നമ്മളിന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, കേരളത്തിലെ ഈ കർത്തച്ചൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദേവമൂർത്തി അല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ നാടോടി വിശ്വാസങ്ങളിലും അതുപോലെ തന്നെ കഥകളിലും പറയുന്ന ഒരു ഭൂതചാത്തൻ രൂപമാണ് നമ്മൾ പലപ്പോഴും കർത്തച്ചൻ എന്ന് കാണാറുള്ളത്. സാധാരണയായിട്ട് ചാത്തൻ അല്ലെങ്കിൽ കരിഞ്ചാത്തൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട് തന്നെയാണ് കർത്തച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന, കറുത്ത വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന അനുയായികൾ അദ്ദേഹത്തിന് വേണ്ട പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ രൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന കറുത്ത നിറം, വൃദ്ധനായ ഒരു പുരുഷൻ, ചുവന്ന കണ്ണുകൾ, അതുപോലെ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച് മുഖം വ്യക്തമാകാത്ത ഒരു ഇരുട്ടിൻ്റെ രൂപമാണ് എല്ലായ്പ്പോഴും കർത്തച്ചൻ എന്നൊരു രൂപത്തിൻ്റെ പ്രതിരൂപമായിട്ട് നമ്മൾ കാണാറുള്ളത്. സ്വാഭാവികമായിട്ട് രാത്രിയിൽ കാടുകളിൽ, ശ്മശാനം, പഴയ വഴികളിൽ എന്നിവിടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുമെന്ന വിശ്വാസം പൊതുവേ ഉണ്ട്. ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമല്ല, ക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെടുന്ന ദൈവമേ അല്ല. കൂടുതലും ഭൂതം, പ്രേതം, അസുര സ്വഭാവം ഒക്കെയുള്ള ഒരു ആത്മരൂപമായിട്ടാണ് പറയപ്പെടുന്നത്. ഇനി കഥകളിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആളുകളെ വഴിതെറ്റിക്കൽ, ഭയം സൃഷ്ടിക്കൽ, ചിലപ്പോൾ കുട്ടികളെ പിന്തുടരൽ, ചില കഥകളിൽ വഞ്ചകനായും തമാശക്കാരനൊക്കെ ആയിട്ട് വരും. എന്നാൽ ഈ ഒരു മൂർത്തിയെ ഉപാസിക്കുക വഴി നമ്മളുടെ എല്ലാവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം എന്നുമാണ് വിശ്വാസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു നാടോടി കഥകളും അതിൽ നിന്നുണ്ടാകുന്ന ജനവിശ്വാസങ്ങളും മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടോ മതപരമായിട്ടോ ഉറച്ച തെളിവുകൾ ഇതിൽ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം വ്യത്യസ്ത പേരുകളിൽ ഉണ്ടാവും. ഇനി മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഏതൊരു മൂർത്തിയും നേരിട്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടത്തില്ല. എന്നാൽ നിങ്ങൾ ഈ കർത്തച്ചൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം നേരിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കർത്തച്ചൻ ജനങ്ങളുടെ മുമ്പിൽ നേരിട്ട് ആദ്യ കാഴ്ചയിൽ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമ്മൾ വിശദമായി തന്നെ പഠിക്കുന്നുണ്ട്. ഇത് സത്യമായിട്ടൊരു കഥയാണ്. നേരിട്ട് കർത്തച്ചൻ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. കർത്തച്ചനെ പ്രീതിപ്പെടുത്തി പണം ഉണ്ടാക്കാം എന്നതിൻ്റെ പിന്നിലെ രഹസ്യം നമ്മളൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. കർത്തച്ചൻ നെഗറ്റീവ് എനർജി എന്ന വാദം, അതുപോലെ തന്നെ ചില യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയ വീഡിയോകൾ പറയുന്നത് കർത്തച്ചൻ ഏറ്റവും ശക്തനായ നെഗറ്റീവ് എനർജിയാണെന്നാണ്. ഇത് മന്ത്രവാദം, തന്ത്രവാദ കഥകളിൽ നിന്നുള്ള ഒരു വാദമാണ്. വേദങ്ങളിലോ അല്ലെങ്കിൽ ഖുറാനിലോ ബൈബിളിലോ ഉപനിഷത്തുകളിലോ ഒന്നിലും കർത്തച്ചനെ പ്രീതിപ്പെടുത്തി ധനം കിട്ടും എന്ന ആശയത്തെ പിന്താങ്ങുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നവർ എന്തിനിങ്ങനെ പറയുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ 3 കാരണങ്ങളാണ്. ഒന്ന്, ചെയ്തില്ലെങ്കിൽ ദോഷം വരും എന്നുള്ള ഒന്ന്. ഒരു വ്യക്തി ഇതിലേക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇവരിലേക്ക് ഒരു വ്യക്തി വന്നു ചേരുമ്പോൾ കർത്തച്ചൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു വാക്ക്, അതായത് കർത്തച്ചനായിട്ട് നിന്നെ തിരഞ്ഞെടുത്തതാണ് എന്നുള്ള ഒരു വാക്കിലൂടെ തന്നെ ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ ആളാക്കി മാറ്റുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ രഹസ്യ ആചാരം, ഇത് മനസ്സിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൂജാ സാമഗ്രിയും രഹസ്യ മന്ത്രങ്ങളും ഗുരുദക്ഷിണ, അവസാനം സംഭവിക്കുന്നത് പണനഷ്ടവും മാനസിക സമാധാനത്തിലേക്ക് നഷ്ടങ്ങളൊക്കെയാണ്. അപ്പോൾ രാത്രി ഒറ്റയ്ക്കുള്ളൊരു ധ്യാനമാണ് പ്രധാനമായിട്ട് ചെയ്യാറുള്ളത്. രാത്രി സമയങ്ങളിലാണ് ഈ കർത്തച്ചനെ ധ്യാനിക്കുന്നത്. അതുപോലെ ഉപവാസം, ഭയം, മസ്തിഷ്കം തന്നെ കാഴ്ചയും അനുഭവമൊക്കെ സൃഷ്ടിക്കുന്ന കുറേ കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇനി നെഗറ്റീവ് എനർജി എന്നത് സത്യമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് നെഗറ്റീവ് എനർജി ഒന്നുമില്ല. എന്നാൽ മാനസിക നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഭയം, ആഗ്രഹം, സമ്മർദ്ദം ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വ്യക്തിക്ക് നിരന്തരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ കാരണങ്ങളെ തേടിയുള്ള പോക്കിൽ അവർ പലപ്പോഴും കണ്ടെത്തുന്ന കാരണങ്ങൾ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നെങ്കിൽ ഒരു മനുഷ്യൻ ചിന്തിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചിന്തിച്ച് പോകുന്നില്ല എന്ന് തന്നെയാണ് വാസ്തവം. അതുകൊണ്ടാണ് പലപ്പോഴും ഓരോ പ്രശ്നങ്ങളുടെ കാരണവും
നമ്മൾ മറ്റുള്ള നെഗറ്റീവ് എനർജികളിലും അല്ലെങ്കിൽ കൂടോത്രം പോലുള്ള കാര്യങ്ങളിലും നമ്മൾ അതിലെ അഭയം കണ്ടെത്തുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് കറുത്തച്ഛനെ ഒരു വ്യക്തിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ കറുത്തച്ഛനെ കുറിച്ച് പറയുന്ന, ഈ കറുത്തച്ഛനെ ആരാധിക്കുന്ന ഈ കറുത്തച്ഛ സേവക്കാരെ കണ്ടപ്പോൾ ആ ഒരു വീഡിയോയിലൂടെ അവർ പറയുന്നുണ്ട്, എല്ലാ മൂർത്തികൾക്കും എല്ലാ ചാത്തന്മാർക്കും നമ്മൾ മദ്യം അതുപോലെയുള്ളതൊക്കെയാണ് കൊടുക്കാറുള്ളത്. എന്നാൽ കറുത്തച്ഛന് നമ്മൾ കൊടുക്കാറുള്ളത് അതുക്കും മേലെയാണ്. അത് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കറുത്തച്ഛന് കൊടുക്കുന്നത് മദ്യത്തിനേക്കാൾ മേലെയുള്ള ഏതോ ഒരു വസ്തുവാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യന് ഹാലൂസിനോജിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു അവിടെ പുകയ്ക്കുകയോ കത്തിക്കുകയോ ചെയ്താൽ, അതായത് മയക്കുമരുന്ന്, കഞ്ചാവ് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തു അവിടെ കത്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഹാലൂസിനോജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തു അവിടെ കത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തലച്ചോറ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെയെല്ലാം ഒരു മാന്ത്രികമായിരിക്കും. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ആഫ്രിക്കയിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരെ ഹയവാസ്ക എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് 1-2 ദിവസങ്ങളൊക്കെ ബോധമില്ലാതെ മറ്റൊരു ലോകത്തിൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ മരിച്ചതുപോലെ കിടന്നുകൊണ്ട് മറ്റൊരു ലോകത്തിലുള്ള അനുഭവങ്ങളിലൂടെ ജീവിക്കുന്ന കഥ. പലപ്പോഴും പലരും ഇതിനെയൊക്കെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ആത്മീയ ലോകത്തേക്ക് പോയി ദൈവത്തെ കണ്ടിട്ട് വന്ന ഒരു അവസ്ഥയൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്. അതുപോലെ ഒരു സംഭവം ഇവിടെയും ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. അതായത് മദ്യത്തിന് മേലെ, മദ്യം തന്നെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ മദ്യത്തിന് മേലുള്ള ഏതോ ഒരു വസ്തു അല്ലെങ്കിൽ ചില വേരുകൾ, ചില ചെടികളുടെ വേരുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നത് തന്നെ ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ള അയവാസ്ക ഒക്കെ പോലുള്ള ഒരു ചെടിയാണ് ഈ ഉമ്മത്തിൻ്റെ ചെടി. ഈ ഉമ്മത്തിൻ്റെ ഇലകൾ പലപ്പോഴും ശിവപൂജയ്ക്ക് ഉപയോഗിച്ചിരുന്നതായിട്ട് ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാലൂസിനോജിക് അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയും മനുഷ്യൻ്റെ ചിന്തകൾ, കാണുന്ന കാഴ്ചകളൊക്കെ വക്രമാവുകയും ഈ കാഴ്ചകൾ കാരണമായിട്ട് തന്നെ മനുഷ്യന് ഇല്ലാത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. നമുക്കറിയാം, ഒരു വ്യക്തിയെ ഹിപ്നോട്ടിസം ചെയ്ത് ആ വ്യക്തിക്ക് ഇല്ലാത്ത കാഴ്ചകളെ കാണിക്കാൻ പറ്റും. എന്നാൽ അതിന് വളരെ സഹായകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സഹായകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതുപോലുള്ള ഹാലൂസിനോജിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയെ ഇതിലേക്ക് പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്രകാരം ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയെ ഇതിലേക്ക് പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഇല്ലാത്ത ഒരു രൂപത്തെ ആ മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ആ മനുഷ്യന് തോന്നാനുള്ള സാധ്യത 100% തന്നെയാണ്. അവിടെ നടക്കുന്ന എല്ലാ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളെയും കാണാനും വിശ്വസിക്കാനും സാധിക്കും. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഉമ്മത്ത് എന്ന് പറയുന്ന, ഡെറ്റൂറ എന്ന് പറയുന്ന ഈ ഒരു സസ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറുത്ത രൂപമുള്ള വലിയ ചെന്നായ ഈ ഒരു ഉമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡെറ്റൂറ ഉപയോഗിച്ച ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു കറുത്ത ചെന്നായയുടെ രൂപം ഉണ്ടാകുന്നതായിട്ട് പല ശാസ്ത്രങ്ങളും പല ഗവേഷകരും വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു സത്യമാണ്. അത് കാരണമായിട്ട് തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ കോടികളുടെ തട്ടിപ്പുകൾ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗ്രാമിൽ കൂടുതലായിട്ട് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മരണം തന്നെ സംഭവിക്കുന്ന ഒരു വലിയ ഹാലൂസിനോജിക്കാണ് ഈ ഒരു ഉമ്മത്ത് എന്ന് പറയുന്ന വിഷച്ചെടിയിൽ നിന്ന് ഉണ്ടാകുന്ന ആൽക്കലോയിഡുകളിൽ നിന്ന് സംഭവിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലെയുള്ള വസ്തുക്കൾ അതുക്കും മേലെ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള വസ്തുക്കൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും അത് കാരണമായിട്ട് ആ മനുഷ്യന് ഹാലൂസിനോജിക് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ആ മനുഷ്യൻ കാണുന്ന കാഴ്ചകളെല്ലാം വക്രമാവുകയും ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും ഈ ഒരു പൂജകൾ കാര്യങ്ങളൊക്കെ ചെന്ന് പെടുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ ഒരു സേവക്കാർ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാനല്ലാതെ വേറെ യാതൊരു നിവൃത്തിയും അവർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സത്യത്തെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്തെന്നാൽ നിങ്ങൾ പല മന്ത്രവാദങ്ങളിൽ പോകുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളെയെല്ലാം അവിടെ ഉപയോഗിക്കുന്ന ഈ നാട്ടുമരുന്നുകൾ പോലുള്ള വസ്തുക്കളും ഇലകളും പുകയ്ക്കുന്ന വസ്തുക്കളിലും എല്ലാം ഹാലൂസിനോജിക് ആയിട്ടുള്ള ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുള്ള ഇതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പണവും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്ക് ഒരിക്കലും ഊരി വരാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ലഹരിയിലേക്ക് നിങ്ങളെ പിടിച്ചിരുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാക്കിപ്പിച്ചുകൊണ്ട് നിങ്ങളെ തീർച്ചയായിട്ടും ആ ഒരു കുരുക്കിൽ എന്നേക്കുമായി വീഴ്ത്തുന്ന ഒരു അവസ്ഥയാണ് പിൽക്കാലത്ത് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറേ സമയം നിങ്ങളുടെ മൈൻഡ് വേറൊരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞ് പിന്നെ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ റിക്കവറായി തിരിച്ചു വരുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇതുപോലെയുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ നിങ്ങളുടെ നാശത്തിന് കാരണമാവും. ഈ മയക്കുമരുന്നുകൾ കാരണമായിട്ട് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് തോന്നിക്കുകയൊക്കെ ചെയ്യും. ഇത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനകത്ത് സംഭവിക്കുന്നത്. ഇത് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇല്ലാത്ത കാഴ്ചകൾ കാണുന്നതായിട്ട് തോന്നുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലെയുള്ള വഞ്ചനകളിൽ ചെന്ന് വീണുകൊണ്ട് നിങ്ങളുടെ പണവും നിങ്ങളുടെ മാനവും നിങ്ങളുടെ അഭിമാനവും ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു മൂർത്തി, യാതൊരു ഇതിലും പ്രതിപാദിച്ചിട്ടില്ലാത്ത കറുത്തച്ഛൻ എന്ന് പറയുന്ന മൂർത്തി അല്ലെങ്കിൽ ഒരു ഇരുട്ടിൻ്റെ ശക്തി, നമുക്കറിയാം എത്ര വലിയ ഇരുട്ടാണെങ്കിൽ പോലും ചെറിയൊരു മെഴുകുതിരി നാളത്തിൻ്റെ അടുത്തേക്ക് അതിനെ അടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതായത് നെഗറ്റീവ് എനർജിയെ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് എനർജിയിൽ നിന്ന് യാതൊരു ഊർജ്ജവും പുറപ്പെടുവിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇരുട്ടിൽ നിന്ന് എന്ത് ഊർജ്ജമാണ് പുറത്തേക്ക് വരുന്നത്? എന്നാൽ വെളിച്ചത്തിൽ നിന്നാകട്ടെ അതിൽ നിന്ന് ധാരാളം ഊർജ്ജങ്ങൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, യഥാർത്ഥമായ വെളിച്ചത്തിൻ്റെ ലോകത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള
ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ വെളിച്ചത്തിനാണ് സാധിക്കുന്നത്, എനർജിക്കാണ് സാധിക്കുന്നത്. എനർജി കൊണ്ടല്ലാതെ ഈ ലോകത്ത് യാതൊരു മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി പോലും ഒരു എനർജിയാണ്, സൂര്യൻ്റെ ചൂടും ഒരു എനർജിയാണ്. ഈ എനർജികളിൽ നിന്ന് മാത്രമേ നമുക്ക് ആ എനർജിയെ കൺവെർട്ട് ചെയ്തുകൊണ്ട് മറ്റൊന്നിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. നമുക്കറിയാം, നമ്മൾ ഈ കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫാനിനെ കറക്കുന്നുണ്ട്. അത് യാന്ത്രികോർജ്ജമായി മാറിക്കൊണ്ട് അത് കാറ്റിനെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഈ ലൈറ്റുകളിൽ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഒരു പ്രകാശ ഊർജ്ജമാണ് ഉണ്ടാകുന്നത്. ഊർജ്ജത്തിൻ്റെ കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഊർജ്ജത്തെ മാത്രമേ നമുക്ക് ഊർജ്ജമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ അതിനെ കൺവെർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരുട്ടിനെ നമുക്ക് യാതൊരു ഊർജ്ജവുമാക്കി മാറ്റാൻ സാധിക്കില്ല. അത് ഒരു തരത്തിൽ നമ്മൾ സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ എനർജി ഉണ്ടാക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇതുപോലുള്ള വലിയ കുരുക്കുകളിൽ ചെന്ന് വീണുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിനെ നശിപ്പിക്കരുത്, നിങ്ങളുടെ ചിന്തകളെ നശിപ്പിക്കരുത്, നിങ്ങൾ അതിലേക്ക് പെട്ടുപോകരുത്. അതിൽ ഒരുപാട് ആചാരങ്ങളുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, മാംസവും ബലിയും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ദുഷിച്ച രക്തങ്ങളും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാവാറുള്ള മെൻസസ് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ള ദുഷിച്ച രക്തങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു ചാത്തൻ പൂജകളൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്തു വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചാത്തൻ സേവ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുക്കും മേലെ എന്ന് പറയുമ്പോൾ ദുർമൂർത്തികളുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജികളുടെ ഒക്കെ രാജാവാണ് എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ഈ ഒരു കറുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു രൂപത്തിൻ്റെ മുന്നിലേക്കാണ് നിങ്ങൾ ചെന്ന് എത്തിപ്പെടുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് പ്രകാരം തന്നെ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, കാരണം പോസിറ്റീവ് എനർജി വേണം. പോസിറ്റീവ് എനർജി ഒരിക്കലും നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാക്കി തരത്തില്ല, എന്നാൽ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാക്കി തരുമെന്ന് പറയുന്നുണ്ട്. ഇത് പൊള്ളയായ വിശ്വാസമാണ്. നിങ്ങൾ ഇതിലേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തകിടം മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ആളുകൾക്കൊക്കെ ബാധ കൂടുന്നത് അല്ലെങ്കിൽ ദൈവം അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴൊക്കെ തോന്നുന്നുണ്ട്. ഇത് ദുർബലമായ മനസ്സിൻ്റെ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഒരു ട്രാൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ മനസ്സ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില ചിന്തകളിൽ മനസ്സ് അങ്ങനെ ആയി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. പലപ്പോഴും നമ്മൾ ഈ ഒരു ട്രാൻസ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആ മലയാള സിനിമ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ മനസ്സ് ഈ ട്രാൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടക്കുന്ന പക്ഷം ആ ഒരു വ്യക്തി മറ്റൊരാളായിട്ട് മാറും. നമ്മൾ അന്യൻ സിനിമയൊക്കെ കണ്ടതുപോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ മറ്റൊന്നിൻ്റെ കുടിയേറ്റം ഉണ്ടായി എന്ന് നമ്മുടെ തലച്ചോറ് വിശ്വസിക്കുകയും അത് പ്രകാരമായിട്ട് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ട് ഉള്ളതല്ല. ഇത് നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മളുടെ ചുറ്റുപാടിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഈ ഒരു ഹിപ്നോട്ടിസത്തിൻ്റെ ഈ ഒരു അവസ്ഥ, ഹിപ്നോട്ടിസം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു ഹിപ്നോട്ടിസം സംഭവിക്കുന്നത് അത് ഗന്ധങ്ങളിലൂടെയും മണങ്ങളിലൂടെയും ചുറ്റുപാടിലൂടെയും ഒക്കെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഇത് കടന്നു വരാനും ഒക്കെ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ തലച്ചോറ് സ്വീകരിക്കുകയും ആ മാറ്റങ്ങൾ കാരണമായി അവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് മനുഷ്യൻ്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് ഉണ്ട്. ആ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലൂടെ മനുഷ്യൻ്റെ മനസ്സ് സ്വയം നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ആ മനസ്സിൽ എന്താണ് ചിന്തിച്ച് വെച്ചിരുന്നത് അതുപോലെയൊക്കെ ആവാൻ ശ്രമിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവിക അനുഭവം ഉള്ളതുപോലെയും അതുപോലെ തന്നെ ഈ ഒരു മൂർത്തിയുടെ അനുഭവം ഉള്ള പോലെയൊക്കെ തോന്നാനുള്ള സാധ്യത 100% നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ട്രാൻസ് അവസ്ഥയാണ്. മാത്രമല്ല ഹാലൂസിനോജിക് ആയിട്ടുള്ള അവസ്ഥകളാണ്. ഇതുപോലെയുള്ള ഹാലൂസിനോജിക് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു മദ്യം പോലെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാനസികമായിട്ടുള്ള നിലകൾ തകിടം മറിയുകയും അത് മറ്റൊരു രീതിയിലൂടെ നമ്മുടെ ചിന്തകൾ മറ്റൊരു രീതിയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ കാരണം ഇതുപോലെയുള്ള വസ്തുക്കൾ നമ്മുടെ തലച്ചോറിലുണ്ടാക്കുന്ന പ്രതിപ്രവർത്തനങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് ഇതുപോലെയുള്ള കുരുക്കുകളിൽ നിങ്ങൾ ഒരിക്കലും ചെന്ന് വീഴരുത്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഊരി വരുന്ന കാര്യം വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ജീവിതം അവിടെ ഏറെക്കുറെ തകരുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ ഇത് കാരണമായി മാറും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രമാത്രം, കുറച്ച് ദിവസങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല, കാരണം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാരണമായിട്ടാണ്. എന്നിരുന്നാലും ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിച്ചു തരണം. കാരണം ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പെട്ടെന്ന് ചെന്ന് വീഴാനുള്ള ഒരു കുഴിയാണിത്. ആ കുഴിയിലേക്ക് പോകരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. നമുക്ക് കണ്ണുകളുണ്ട്, എന്നാൽ ഉൾക്കണ്ണുകൾ നമ്മൾ തുറക്കാത്ത പക്ഷം നമുക്ക് കുഴി എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ മനുഷ്യൻ്റെ കണ്ണുകളിലൂടെയല്ല നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കുന്നത്. ജീവിതത്തിൽ മുന്നോട്ട് വരാനുള്ള ഭാവിയെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ കാണാൻ സാധിക്കാത്ത ഒരു കണ്ണുകെട്ടിയ യാത്രയാണ് നമ്മൾ ഭാവിയിലോട്ട് നടന്നു നീങ്ങുന്നത്. ഈ കണ്ണുകെട്ടിയ യാത്രയിൽ നമ്മൾ ഒരിക്കലും പൊട്ടക്കുഴിയിൽ ചെന്ന് വീഴില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ആ കമൻറ്റിലൂടെ തന്നെ ഒരുപക്ഷേ മറ്റൊരു വീഡിയോയുടെ കാരണമായി മാറാനുള്ള സാധ്യത വളരെ